ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് മില്ലറ്റ് കൊണ്ടുള്ള വെള്ളയപ്പമാണ്. വെള്ളയപ്പത്തിന് കല്ലപ്പം എന്നും പറയാറുണ്ട്. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈസ്റ്റ് ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൽ പഞ്ചസാരയും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് സ്വർഗം മില്ലറ്റ് കുതിർത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. എത്ര കൂടുതൽ കുതിർന്നോ അത്രയും നല്ലതാണ്. ഇതിൽ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. സ്വർഗം മില്ലറ്റ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള മില്ലറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ആ വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കിങ് ഓഫ് മില്ലറ്റ്സ് എന്നാണ് സ്വർഗം മില്ലറ്റിനെ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ സ്വർഗം മില്ലറ്റിൽ. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കുറക്കാട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ചതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. ഇതിന് നല്ല പേസ്റ്റ് പോലെ അരക്കാനായിട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് ബാക്കി കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ടും വീണ്ടും ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു 150 ഗ്രാം മധുരക്കിഴങ്ങ്. അത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. തൊലിയോടുകൂടി വേവിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ തൊലിയോടുകൂടി തന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. മില്ലറ്റിനേക്കാളും വളരെയധികം ഗുണങ്ങളുള്ളതാണ് ഈ മധുരക്കിഴങ്ങിന്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജീരകവും ചേർക്കാം കേട്ടോ. ഇനി ഇത് വീണ്ടും അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് എത്ര വെള്ളം ചേർത്തു എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പം 3 പ്രാവശ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം ചേർത്താണ് ഞാനിതിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ലൂസ് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലുള്ളതൊക്കെ നന്നായിട്ട് വടിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. കല്ലപ്പത്തിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിയിലാണ് വേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളയപ്പത്തിൻ്റെ ബാറ്റർ കുറച്ച് കട്ടിയിലാണ് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. പാലപ്പം പോലെയല്ല. ഇതിലേക്ക് മധുരക്കിഴങ്ങ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒത്തിരി ലൂസാക്കി കളയുകയും ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം ഒരു ദോശ തവ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പതിയെ ഒന്ന് ഷേപ്പ് ചെയ്യാം. കുറച്ച് കട്ടിയിലാണ് ഇതിരിക്കേണ്ടത്. ഒരു 10 സെക്കൻഡ് ഇതുപോലെ തന്നെ തുറന്നു വെച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബബിൾസ് മുകളിൽ കാണാൻ പറ്റും. ആ സമയത്താണ് നമ്മൾ മൂടി വെച്ച് വേവിക്കേണ്ടത്. ഈസ്റ്റും സോഡാപ്പൊടിയൊക്കെ ചേർക്കാത്തത് കൊണ്ട് ഇത് ഒത്തിരി അങ്ങ് പൊങ്ങി വരില്ല കേട്ടോ. ഇപ്പോൾ ചെറിയ ചെറിയ ബബിൾസൊക്കെ കാണാം. നമുക്ക് മൂടി വെച്ചിട്ട് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളയപ്പം ആയതുകൊണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൂടി വേവിച്ചെടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ മില്ലറ്റ് കുറച്ച് റഫായിട്ടാണ് ഇരിക്കുന്നത്, അരി പോലെ തന്നെ. പക്ഷേ ഇതിൽ മധുരക്കിഴങ്ങ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നേരെ ഒരു മധുരം ഉണ്ടാവും. നമ്മൾ ആഡഡ് ഷുഗർ ഒന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയുമാണ്. ഇതുപോലെ നമുക്ക് അടുത്തതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ ചെറിയ ഹോൾസ് വരുമ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് 3 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും മൂടി വെച്ച് 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മില്ലറ്റ് കൊണ്ടുള്ള 2 വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആ 1 കപ്പ് മില്ലറ്റ് കൊണ്ട് 8 ഇതുപോലെയുള്ള വെള്ളയപ്പമാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഒരാൾക്ക് 2 എണ്ണം മതിയാവും. ബാക്കിയുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2-3 ദിവസം കേടുകൂടാതെ ഇരിക്കും. മില്ലറ്റ് നല്ലതുപോലെ കുതിർത്തി എടുത്തിട്ട് വേണം ചെയ്യാൻ. നമ്മൾ അരിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ കുതിർത്തിയെടുക്കണം. വെള്ളയപ്പവും പാലപ്പമൊക്കെ കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് മുട്ടക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ കടലക്കറി ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം. ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഈ അപ്പത്തിൻ്റെ ഉൾവശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്.
മാവ് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈസ്റ്റും ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാത്തതാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്